അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാന വതആല കുടുംബബന്ധങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: നിന്നോട് ബന്ധം പുലർത്തുന്നവരോട് ഞാൻ ബന്ധം പുലർത്തും, നിന്നോട് ബന്ധം വിച്ഛേദിക്കുന്നവരോട് ഞാനും ബന്ധം വിച്ഛേദിക്കും. ഈ വചനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രത്തെയും പരസ്പരമുള്ള ബന്ധങ്ങളെയും നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ ഡോക്യുമെന്ററി. ഏറെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മലപ്പുറം ജില്ലയിലെ ഓമാനൂർ എന്ന പ്രദേശത്ത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞു പോരുന്നതായി കാണുന്നു. അൽഹംദുലില്ലാ. ഏകദേശം 1785-1800 കാലഘട്ടത്തിനിടയ്ക്ക് ഓമാനൂരിലെ മങ്ങാട്ടുപറമ്പ് എന്ന തറവാട്ടിൽ താമസിച്ചിരുന്ന ഞങ്ങളുടെ പിതാമഹൻ കുട്ട്യാമു എന്നവരുടെ പിൻതലമുറക്കാരായ ഞങ്ങൾ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി ഒരുപാട് കുടുംബങ്ങളായി താമസിച്ചു വരുന്നു. ചിതറിക്കിടക്കുന്ന കുടുംബാംഗങ്ങളാണെങ്കിലും പൂർവികർ ഈ ബന്ധങ്ങൾക്ക് ഏറെ പവിത്രത കൊടുത്തിരുന്നു. അതുകൊണ്ടുതന്നെ ഈ തലമുറയിൽപ്പെട്ടവർക്കും ഇനി വരാനുള്ളവർക്കും ബന്ധങ്ങൾ മനസ്സിലാക്കാനും അത് നിലനിർത്താനും വേണ്ടി പൂർവികരുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മങ്ങാട്ടുപറമ്പൻ എന്ന കുടുംബത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തി. അതോടൊപ്പം ഒരു ഡോക്യുമെന്ററി ഫിലിം തയ്യാറാക്കുകയും ചെയ്യുന്നു. നമ്മുടെ മങ്ങാട്ടുപറമ്പൻ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങുന്നേ
ഇവളെ വാഴയും പൂളിയും നെല്ലും ഒക്കെ വെള്ളത്തിലായിട്ടോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? അതിനൊക്കെ മേലുള്ള ഓരോന്ന് കണ്ടിട്ടുണ്ടാവും, ഓരോ പരീക്ഷണങ്ങളെ. നമ്മളെ മക്കൾക്ക് എന്താ തിന്നാൻ കൊടുക്കുക? പട്ടിണിയാവൂലേ? ചക്കി മാങ്ങി ഉണ്ടായാലും മതിയനു. അതുണ്ടാവും തോന്നുന്നില്ല ഇക്കോളത്തിലാണെങ്കിൽ. ആ പള്ള തന്ന പടച്ചമ്പുരാനെ പട്ടിണിക്കൊരു ബജ്ജും കാണും. തടിയാണെങ്കിൽ തീരെ ബെജ. പാപ്പാ നമ്മടെ കുളത്തിലെ നെല്ലും പായും അതും വെള്ളത്തിലേട്ടോ. പണിക്കാർക്കല്ല അവിടെ. ആ ഓല് വരുമ്പോ ആ ഒടിഞ്ഞ വായും കൂടി വെട്ടിക്കൊണ്ടുവരാൻ പറയും. ആയിക്കോട്ടെ, ഞാൻ പറയാം. ഇന്നലെ നല്ല മഴ, ഇന്നിപ്പം നല്ല തക്കം. കുട്ടീന്റെ ദീനം വിട്ടിട്ടില്ലട്ടോ. വൈദ്യർ എപ്പോഴാ വരിക? ചെറിയമ്പത് കൂട്ടാൻ പോയിട്ടുണ്ട്, വന്നോളൂ. രായനെ മോയിനെയും കൂട്ടി ഒന്ന് ഇടുവാ. ജേടെ എന്തേ? ഇടുവാ, ബാപ്പ വിളിക്കണ്ട്. എന്താണാവോ? എന്താന്നറിയില്ല, ഇതൊന്നിടുവാ. ഇന്ന് എവിടെ പോയി നമ്മളെ കുട്ടികളൊക്കെ? ഒന്നിനെയും കാണുന്നില്ലല്ലോ. ഓലൊക്കെ പുറത്ത് കളിച്ചോണ്ടിരിക്കുക. നിങ്ങളോട് ഉമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. കൊറ്റനും കൊറ്റിയൊന്നും ഇങ്ങോട്ട് വന്നേ. ഓള് പറയും പോലെ നിങ്ങൾ ഏതായാലും മാറി താമസിക്കേണ്ടവരാണല്ലോ, മറ്റുള്ളവരൊക്കെ മാറി താമസിച്ചതുപോലെ. രായിന് എടക്കൂത്ത് പറമ്പിലും മോയിൻ ഒളോട്ടൂർ പറമ്പിലും വീട് വെക്കാൻ ഏർപ്പാട് ചെയ്തോളി. അതിന് പറ്റിയ ആശാരിനെ നോക്കിക്കോളി. കൂട്ടത്തില് കൊറ്റനും ആ ചെക്കനുള്ള ഓരോ കൂരന്റെ സ്ഥലം കൂടി കണ്ടോളി. ആടെ വസ്തു ചാർത്തി വെച്ചിട്ടുണ്ട്, ഉമ്മനോട് വാങ്ങിക്കോളി. ആയിക്കോട്ടെ. നിങ്ങള് എന്റെ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, കൃഷിയൊക്കെ നോക്കണം. അപ്പോ എല്ലാരും പറഞ്ഞേക്കാണോ? ഓലൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായില്ലേ, കാലാകാലം ഇവിടെ നിന്നാ മതിയോ? തറവാട്ടിലെ കുഞ്ഞമ്മതാപ്പിളക്ക് ഒരു പെൺതരി മാത്രമല്ലേ ഉള്ളൂ. തറവാട് അന്യാധീനമായി പോണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഒറ്റനറിയോ, കണ്ണൂരിന്റെ മണ്ണിന്ന് ഈ ഓമാനൂരിൽ എത്തിപ്പെട്ടപ്പോ കൂടന്റെ കെട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്നതൊക്കെ ഈടെ വന്നതിന്റെ ശേഷം ഉണ്ടാക്കിയതാണ്. കുട്ടികളമ്മയുള്ള ഈ സ്നേഹം ബന്ധമൊക്കെ ഇനിയുള്ള തലമുറയിലും കണ്ടാൽ മതി. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പിന്നോട്ടുള്ള ചരിത്രം ചികഞ്ഞെടുത്താൽ പാലായനങ്ങളുടെയും കുടിയേറ്റങ്ങളുടെയും ഒട്ടനവധി മുഖംമൂടികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പൂർവകാല ചരിത്ര സംഭവങ്ങളുടെ ഭാഗമായി തന്നെയാണ് AD 17-ാം നൂറ്റാണ്ട്, അതായത് 1785 1800 വർഷങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിൽ ഓമാനൂരിൽ മങ്ങാട്ടുപറമ്പൻ കുടുംബത്തിൻ്റെ ആദ്യ പിതാവായ മർഹൂം കുട്ട്യാമു എന്നവർ താമസിച്ചിരുന്നത്. അദ്ദേഹം ഇന്നത്തെ കണ്ണൂരിലെ മാങ്ങാട്ടുപറമ്പ് നിന്നുമാണ് ഓമാനൂരിൽ എത്തിപ്പെട്ടത് എന്നും ക്രമേണ മാങ്ങാട്ടുപറമ്പ് എന്നത് മങ്ങാട്ടുപറമ്പൻ തറവാട് എന്ന നാമധേയത്തിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. അന്ന് നിലമ്പൂർ കോവിലകത്തിൻ്റെയും മൂസതുമാരുടെയും കൊയപ്പത്തൊടിമാരുടെയും അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ അന്നത്തെ പിതാമഹൻ കുട്ട്യാമു എന്നവർക്ക് ചാർത്തിക്കൊടുത്തതിൻ്റെ ഭാഗമായി കിഴക്ക് മുണ്ടക്കലിൻ്റെ അതിർത്തി വരുന്ന ഓമാനൂർ തീണ്ടാർതൊടി മുതൽ പടിഞ്ഞാറ് ഒളവട്ടൂരിൻ്റെ പ്രദേശമായ രാവാട്ടീരി വരെയും പിതാമഹന്മാർ ഏറെയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഓമാനൂർ വലിയ ജുമാഅത്ത് പള്ളി നിലനിൽക്കുന്ന തെക്ക് ഭാഗം മുതൽ വടക്ക് പൊന്നാട് പാലാച്ചോല വരെയുള്ള
പ്രധാന ഭൂപ്രദേശങ്ങളൊക്കെ മങ്ങാട്ടുപറമ്പന്മാരുടെ അധീനതയിലായി. അന്നത്തെ പ്രധാന വരുമാന മാർഗവും ജീവിതോപാധിയുമായിരുന്നു കൃഷി. ഈ കൃഷികളും മറ്റും നോക്കി നടത്താൻ കീഴ്ജാതിയിൽപ്പെട്ട സഹോദരങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾക്കും കീഴ്ജാതിയിൽപ്പെട്ടവരായിരുന്നു എങ്കിലും ദൃഢമായ പരസ്പരം ഒരാത്മബന്ധം അവർക്കിടയിൽ നിലനിന്നിരുന്നു എന്ന വസ്തുത വിസ്മരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ പിതാമഹന്റെ സന്തതികൾ വിവാഹിതരായതിനു ശേഷം പിതാമഹന്റെ തറവാട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട അവസ്ഥയിൽ കൃഷികളും മറ്റും നോക്കി നടത്താനുള്ള സഹായത്തിനു വേണ്ടി മേൽപ്പറഞ്ഞ വിഭാഗത്തെയും കൂടെ കൊണ്ടുപോയിരുന്നു. കുട്ട്യാമു എന്ന പിതാമഹന് 14 മക്കളുണ്ടായിരുന്നു എന്നാണ് പിന്തുടർച്ചക്കാരുടെ വാക്താരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ 10 മക്കളുടെ പിൻതലമുറയിൽപ്പെട്ടവർ ഓമാനൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിച്ചു വരുന്നു. ഒരുപക്ഷെ ബാക്കിയുള്ളത് 4 പെൺകുട്ടികളായതുകൊണ്ടാവാം അവരുടെ അടിവേരുകളെക്കുറിച്ച് നമുക്ക് ധാരണയിൽ എത്താൻ കഴിയാതെ പോയത്. പരമ്പരാഗതമായി നാം മറ്റു കുടുംബങ്ങളിൽ കണ്ടുവരുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും പിതാമഹന്മാരുടെ പേരുകൾ പിൻതലമുറയ്ക്ക് കൈമാറി പോന്നിരുന്നതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലും തലമുറകളായി കൈമാറി പോന്നിരുന്ന പേരുകളായിരുന്നു കുട്ട്യാമു, മമ്മദ് രായി, ചെറിയമ്മദ്, കുഞ്ഞമ്മദ്, ഉണ്ണിമമ്മദ്, മരക്കാരുട്ടി, മൊയ്തീൻ മുതലായ പേരുകൾ. മങ്ങാട്ടുപറമ്പൻ തറവാട് ചരിത്രത്തിന്റെ വർത്തമാന കാഴ്ചകളിലേക്കുള്ള സഞ്ചാരം ഇങ്ങനെ. ഏകദേശം 230 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു എന്ന് പറയപ്പെടുന്ന അന്നത്തെ പിതാമഹൻ കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിലെ ചരിത്രപ്രസിദ്ധമായ പറശ്ശിനിക്കടവ്, ധർമ്മശാല തുടങ്ങിയ പ്രദേശങ്ങൾക്ക് തൊട്ടടുത്താണ് മാങ്ങാട്ടുപറമ്പ്. ആദ്യം ഞങ്ങൾ ചെന്നെത്തിയത് മാങ്ങാട്ടുപറമ്പ് സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. മാങ്ങാട്ടുപറമ്പിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീമതി മഞ്ജുള പൊയിൽ എന്നിവരുമായി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ചെന്നെത്തിയത് പൂർവികർ പറഞ്ഞതനുസരിച്ചുള്ള പിതാമഹന്റെ നാട്ടിലേക്കാണെന്ന് ബോധ്യമായതോടെ അടുത്തതായി ഞങ്ങൾ കാണാൻ ശ്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ തന്നെ മാങ്ങാട്ടുപറമ്പ് സ്ഥിതി ചെയ്യുന്ന ആന്തൂർ നഗരസഭയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പി ഉഷ എന്നിവരെയായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവരുമായി പങ്കുവച്ചപ്പോൾ കുടുംബത്തിന്റെ അടിവേരുകൾ തേടിയുള്ള ഈ യാത്ര അവരെ ഏറെ ആശ്ചര്യപ്പെടുത്തി. ഇവിടെ നിന്നും കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ കണ്ണൂരിൽ നിന്നും മടങ്ങിയത് പിതാമഹൻ ജീവിച്ചു പോന്നിരുന്ന ഓമാനൂരിലെ ഇപ്പോഴത്തെ മങ്ങാട്ടുപറമ്പിലേക്കായിരുന്നു. പിതാമഹന്റെ 14 മക്കളിൽ 10 മക്കൾ യഥാക്രമം ഓമാനൂർ പ്രദേശങ്ങളിൽപ്പെട്ട പുതുക്കിടി, നടുലവീട്ടിൽ, എടക്കുത്ത്, കുളത്തല, മേലെ മങ്ങാട്ട്, താഴത്ത് മങ്ങാട്ട്, കൊട്ടക്കാട്, അമ്പലക്കണ്ടി എന്നിവിടങ്ങളിലും ഒളവട്ടൂർ, കുഞ്ഞോളം കൂടാതെ ഓമാനൂരിലെ തന്നെ മങ്ങാട്ടുപറമ്പിലും താമസമാക്കിയവരായിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. നമ്മുടെ തറവാട്ടിലെ പിതാമഹന്റെ ഇളയപുത്രന് ഒരു പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും അവരുടെ വിവാഹശേഷം മങ്ങാട്ടുപറമ്പ് തറവാട് സ്വാഭാവികമായും
ആ മകളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ തറവാടായി രൂപാന്തരപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിതാമഹന്റെ ആദ്യപുത്രൻ ഓമാനൂരിലെ പുതുക്കിടി എന്ന പ്രദേശത്താണ് താമസിച്ചിരുന്നതായി അറിയാൻ കഴിഞ്ഞത്. കുടുംബം എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നാണ് ഞങ്ങളുടെ ഉത്ഭവം. മേലമങ്ങാട്ട്, താഴത്തമങ്ങാട്ട്, മണിപ്പാട്ടിൽ, ഇങ്ങനെ അവിടെ തൊട്ടടുത്ത് തന്നെ 3 മങ്ങാട്ടുണ്ട്. മങ്ങാട്ടുപറമ്പ്, താഴത്തമങ്ങാട്ട്, മേലമങ്ങാട്ട്. ആ തലമുറ അവിടെയാണ് ആദ്യ ഉത്ഭവം. അതിനുശേഷം അവിടെ നിന്ന് കുടുംബങ്ങൾ വിഭജിച്ച്, അതായത് പാർട്ടീഷനൊക്കെ കഴിഞ്ഞ് തലമുറകൾ മാറി ഞങ്ങളെ പുതുക്കിടി എന്ന് പറയുന്ന ഒരു തറവാടുണ്ട്. ഞാൻ താമസിക്കുന്ന തറവാട്, അതിൻ്റെ കൊട്ടക്കാട് എന്നും പറയും. ഈ കൊട്ടക്കാട് പുതുക്കിടിയിലേക്കാണ് മങ്ങാട്ടപ്പറമ്പെന്ന് ആദ്യമായിട്ട് ഒരു ടീം വരുന്നത്. അതായത് ഒരു ജ്യേഷ്ഠം വരുന്നു. കുട്ടിയമ്മൂൻ്റെ മക്കളെ കൂട്ടത്തു നിന്ന് വരികയാണ്, മരക്കാരത്തി എന്ന് പറഞ്ഞ. പിന്നീട് ആ മങ്ങാട്ടപ്പുറമ്പ് തന്നെ ഒരാൾ പോകുന്നത് കുളത്തല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഒമാനൂർ. കുളത്തലക്കാണ് വേറിരിഞ്ഞ് പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് ഒരു കൂട്ടർ പോകുന്നത് പാലാച്ചോല എന്ന് പറയുന്ന സ്ഥലം ഒമാനൂർ. അവിടെ മുഴുവൻ ഞങ്ങളെ കുടുംബക്കാരാണ്. അവിടേക്ക് ചേക്കു എന്ന് പറയുന്ന ഒരാളാണ് പോകുന്നത്. ചേക്കു എന്നും പറയും, ചേക്കു മുഹമ്മദ് എന്നും പറയും എന്ന് പോവുകയാണ്. പിന്നീട് ഒരു കുടുംബം ഞങ്ങളിൽ നിന്ന് പോകുന്നത് പിന്നെ ഇവിടേക്കാണ്, അതായത് കുളവട്ടൂര് ചെറാത്തൊടിക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചെറാത്തൊടിക എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടേക്കാണ് ഒരു കൂട്ടർ പോകുന്നത്. പിന്നെ ഒരു ജ്യേഷ്ഠം പോകുന്നത് രാവാട്ടീരി എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടാവുന്നതാണ്. അവിടേക്കാണ് പോകുന്നത് ഒരു ജ്യേഷ്ഠൻ. അങ്ങനെ ഇവർ പിന്നെ ആ തലമുറ ആദ്യത്തെ പിരിച്ചിലാണ്, ആദ്യ പിരിവ്. ഈ ആദ്യ പിരിവിന് ശേഷം പിന്നീടുള്ള തലമുറ നടിലുവീട് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒമാനൂർ. മങ്ങാട്ടപ്പുറം നടിലുവീട്ടിൽ എന്ന് പറഞ്ഞാൽ മങ്ങാട്ടപ്പുറം നടിലുവീട്ടിലേക്ക് പോവുക. തലമുറകൾ മാറുന്നതനുസരിച്ച് പാർട്ടീഷൻ കഴിഞ്ഞ് പല ഭാഗത്തേക്കായിട്ട് പിരിഞ്ഞു പോകുന്നു. പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു ഫലമായിട്ട് എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ കൽപ്പറ്റക്കടുത്ത് കണിയമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലം. ആ കണിയമ്പറ്റയിൽ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10-35 വീട്ടുകാർ, 40 വീട്ടിലധികം അവിടെ നിന്നുണ്ട്. അവിടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഉളവട്ടൂർക്ക് പോയി എന്ന് പറഞ്ഞ ടീമിൻ്റെ മക്കൾ മങ്ങാട്ടപ്പുറം കുഞ്ഞമ്മദ് വയനാട്ടിൽ. പിന്നെ ഞങ്ങളെ പോകുന്നത് ഇന്നിപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞ് കണ്ണന്തൊടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഞങ്ങളെ ഈ ഭാഗത്ത്, ഓമാനൂരിൽ തന്നെ. കണ്ണന്തൊടിയിൽ താമസിക്കുന്ന ഒരു ടീമുണ്ട്. കൊടക്കാട്, കണ്ണന്തൊടി, ആരാശി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ മരക്കാരുട്ടി, മോയിൻ, ആലിക്കുട്ടി, പിന്നെ ഇങ്ങനെ ഈ പേര് ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. ഇപ്പോൾ ഏകദേശം എൻ്റെ അറിവ് വെച്ച് എൻ്റെ പിതാമാനം ഒക്കെ പറയുന്നതനുസരിച്ച് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ മറ്റു ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ 1820 ഉള്ള ആധാരങ്ങൾ, പിന്നെ ചില രേഖകളൊക്കെ എൻ്റെ കൈവശമുണ്ട്. എൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടല്ല. ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു അറിവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ചെതറിക്കെടുക്കുകയാണ്. ഒമാനൂരിൽ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം 250-300ഓളം വീട്ടുകാരുണ്ട്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ എടവണ്ണ, നിലമ്പൂരിൻ്റെ ഭാഗങ്ങളിൽ ഞങ്ങളിപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ മണ്ണാറക്കാടിൻ്റെ ഭാഗങ്ങളിലുണ്ട് മങ്ങാട്ടപ്പന്മാർ താമസിക്കുന്നു. വയനാട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഇന്നത്തെ തലമുറക്ക് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് അറിയില്ല, പുതിയ തലമുറകൾക്ക് പഴയ തലമുറകളെ സംബന്ധിച്ച് അറിയില്ല. ഏകദേശം എൻ്റെ പിതാവാൻ്റെ കാലം വരെ വളരെ ഐക്യത്തോടു കൂടെ തന്നെ ആയിരുന്നു ഞങ്ങളൊക്കെ പരസ്പരം. അതിൻ്റെ വല്യാപ്പൊക്കെ എന്നെ കുടുംബങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ടായിരുന്നു. അത് ഇന്ന ആളാണ്, ചെറിയ മുട്ടിയാജി ഇന്ന ആളാണ്, മൊയ്തീനാജി ഇന്ന ആളാണ്, മൊയ്തിയാക്ക ഇന്ന ആളാണ്, ചേക്കുപ്പാപ്പ ഇന്ന ആളാണ്. അതൊക്കെ അങ്ങനെ വേറിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് ആർക്കും തന്നെ ഞങ്ങൾ പരസ്പരം എവിടെ നിന്ന് തിരിഞ്ഞു വന്നവരാണ്, ആരാണ് ഞങ്ങളെ പൂർവികൻ എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയാണ്
ഇന്ന് നിലവിലുണ്ട്. പുതുക്കുടിക്ക് പുറമെ ഓമാനൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ പിൻതലമുറയിൽപ്പെട്ടവർ ഇന്ന് താമസിച്ചു വരുന്നു. പൊന്നാട് പാലാച്ചോലയിൽ താമസിച്ചു വരുന്ന ഒട്ടുമിക്ക ആളുകളും പുതുക്കുടിയിലെ പിൻതലമുറയിൽപ്പെട്ടവരാകുന്നു. അട്ടപ്പാടിയിലും ഓമാനൂരിലെ തന്നെ കാഞ്ഞിരക്കോട്ടിലും കോർലോട്ട് എന്നിവിടങ്ങളിലെ ഒരു വിഭാഗവും ഈ ശാഖയിൽപ്പെട്ടവർ തന്നെയാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മുഹമ്മദ് കുട്ടിയാജിയാണ്. എൻ്റെ വാപ്പ കോമൂട്ടിയാണ്. അതിൻ്റെ വാപ്പ ചേക്കുപ്പാപ്പയാണ്. എൻ്റെ വല്യാപ്പ ഓമാനൂരിൽ നിന്ന് വന്നാണ്. ചേക്കുപ്പാപ്പയാണ്. പൊന്നാട് പാലാത്തോലയാണ് താമസിക്കുന്നത്. മൂലയിലൊക്കെ എൻ്റെ മൂത്താപ്പ എൻ്റെ വല്യാപ്പാൻ്റെ വകയിൽപ്പെട്ട മക്കൾ മാത്രമാണുള്ളത്. വേറെ ആരും ഈ മൂലയിലില്ല. ഒക്കെ വല്യാപ്പാൻ്റെ വകയിൽപ്പെട്ടാണ്. മക്കളിൽപ്പെട്ടാണ്. ഓമാനൂർ മാട്ടോറമ്പിലെ വല്യാപ്പാക്ക് 14 മക്കളിൽ 4 ഭാഗത്തേക്കും പോയതാണ്. കുറച്ചിൽ അസൈങ്ങാക്കേനി. അസൈങ്ങാക്കാൻ്റെ മക്കളാണ് ഇപ്പം എൻ്റെ അളിയനൊക്കെ ബലിമോലിയാരും ഒക്കെ. എൻ്റെ കുറച്ചിൽ അറുപാടുപെട്ടാണ്. അതിൻ്റെ മേപ്പെട്ടുള്ളവർ കുറച്ചാളൊക്കെ ഞാൻ കണ്ടു. എന്നാൽ പേരൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതിൽപ്പെട്ടാണ് പുതുക്കി പിന്നെ മാട്ടാറമ്പിലെ വല്യാപ്പാൻ്റെ വകയിൽപ്പെട്ടതാണ്. മക്കളിൽപ്പെട്ടതാണ് പറഞ്ഞ നടുക്ക് പോയതും പിന്നെ പുതുക്കടിക്ക് പോയതും പിന്നെ അങ്ങോട്ട് പിന്നെ കൊക്കറമുച്ചികൾക്ക് പോയതും ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. എൻ്റെ മൂത്താപ്പാൻ്റെ മക്കൾ അട്ടപ്പാടിയുമൊക്കെ താമസിച്ച് വരുന്നുണ്ട്. അതിൽപ്പെട്ട പിന്നെ വേറൊരു കാവനൂർ പോയി താമസിച്ചിനി മൂത്താപ്പാൻ്റെ മക്കൾ. മൊത്തം പാലാച്ചാല 80 ഏക്കറാണ്. അത് വല്യാപ്പ വാങ്ങിയതാണ്. പക്വ മുസ്ലിംമാരോട് ഭൂമി കളം ചാർത്തിട്ടതാണ്. പിന്നെ ട്രിബ്യൂണലിൻ്റെ നിയമം വന്നതിൻ്റെ വെച്ചാണ് ജമ്മെടുക്കൽ നടത്തിയത്. അതിൻ്റെ മുമ്പ് ജമ്മ ആകരും എല്ലായിടത്തില്ല. പിന്നെ അതിൻ്റെ മുമ്പൊക്കെ കാളം ചാർത്തിയെടുക്കുക. അത് കുറേ 35 കൊല്ലത്തിൽ യാത്രയുണ്ട്, 90 കൊല്ലത്തിൽ യാത്രയുണ്ട്, 12 കൊല്ലത്തിൽ യാത്രയുണ്ട്. ഇങ്ങനെയൊക്കെ ചാർത്തിയെടുക്കലുണ്ട് പഴയ കാലത്ത്. എൻ്റെ പേര് ബീരാൻ. കോർലോട്ടാണ് താമസം. ഞാൻ ഒറിജിനൽ പാലാച്ചോലക്കാരനാണ്. മങ്ങാട്ടുപറമ്പൻ കോമുകുട്ടി എൻ്റെ വാപ്പാൻ്റെ പേര്. വാപ്പാൻ്റെ പേര് കുട്ടിയമ്മ. അങ്ങനെ വാപ്പ എൻ്റെ ജ്യേഷ്ഠന്മാരായ 3 ആളെയും കൊണ്ട് അട്ടപ്പാടിയിൽ മുക്കാലിയിൽ ചെന്ന് സ്ഥിരതാമസമാക്കി. കല്ലടി കുടുംബത്തിലെ ആനമ്മലായിരുന്നു വാപ്പാൻ്റെ ജോലി. ജ്യേഷ്ഠന്മാരും അവരിൽ അതായിരുന്നു. ജ്യേഷ്ഠന്മാർ 2 ആളിപ്പം മരണപ്പെട്ടു പോയി. അങ്ങനെ പിന്നെ അവരെ മക്കളും അവരെ കുട്ടികളൊക്കെ അവിടെ താമസിച്ച് ഇപ്പം അങ്ങാട്ടുപറമ്പന്മാരുടെ കൂട്ടത്തിൽ അവിടെ ഒരു കോളനി തന്നെ ആയിട്ടുണ്ട്. 10-15 മക്കൾ കുടുംബം ഓരോ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഇപ്പം തെങ്കര, മണ്ണാർക്കാട് തെങ്കര എന്ന് പറഞ്ഞിടത്ത് 2-3 ആൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെയും താമസിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തന്നെ ഇപ്പം ഒരു വലിയ ഫാമിലിയായി മാറിയാണ്. ഞങ്ങളെ തറവാട് എന്നറിയപ്പെടുന്ന മങ്ങാട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോഴും ഓമാനൂരിലുണ്ട്. അത് മറ്റ് ഒരു തറവാട്ടുകാരുടെ കയ്യിലായി മാറി. അതിന് കാരണം ഞങ്ങളുടെ വല്യപ്പ ആളുടെ ഒരു പേരമകൻ്റെ മകളെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുത്ത് അതിൽ ആ തറവാട് ഞങ്ങളിൽ നിന്നും അവരെ കയ്യിലെത്തിപ്പെട്ടു. ഇപ്പോഴും അറിയപ്പെടുന്നത് മങ്ങാട്ടപ്പറമ്പ് തന്നെയാണ്. ഓമാനൂർ പുതുക്കുടി തറവാട്ടിൽ നിന്നും മാറി താമസിച്ചു വരുന്ന മറ്റൊരു പിൻതലമുറയിൽപ്പെട്ടവരാകുന്നു ആരാശേരിയിലും ചാത്തൻകുളങ്ങര, പേർത്തുടി, കല്ലുങ്ങക്കണ്ടി, മെക്കൊല്ലങ്ങറ, കൊടക്കാട്, പാതിരിക്കൽ എന്നീ ഓമാനൂരിന്റെ വിവിധ പ്രദേശത്ത് വീട് വെച്ച് താമസിച്ചു വരുന്നവർ. ഓമാനൂർ പുതുക്കുടിയിൽ തന്നെയുള്ള പിതാമഹന്റെ ആദ്യത്തെ സന്തതിയിൽപ്പെട്ടവരുടെ മറ്റൊരു പുത്രനാണ് ആരാശേരിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരാണ് പുറംകണ്ടി, ചാളക്കണ്ടി, വല്ലംതൊടി, ഉരുണ്ടടിമൽ എന്നീ ഓമാനൂരിന്റെ പ്രദേശങ്ങളിലും പറപ്പൂരിലും താമസിച്ചു വരുന്ന മങ്ങാട്ടുപറമ്പന്മാർ. ഓമാനൂർ പുതുക്കുടിയിലെ തന്നെ മറ്റൊരു പുത്രന്റെ പിൻതലമുറയിൽപ്പെട്ടവരാണ് എടവണ്ണപ്പാറക്കടുത്ത് വെട്ടുപാറ, മഞ്ചേരി,
മലപ്പുറം വെറ്റിലപ്പാറ എന്നിവിടങ്ങളിൽ താമസിച്ചു വരുന്നവർ. ബാബൻ്റെ പേര് കുട്ടിയമ്മു, പിന്നെ വാപ്പൻ്റെ പേര് കുഞ്ഞാലിക്കുട്ടി. അവർ പിന്നെ ഓമാരിന്ന് ഇങ്ങോട്ട് വിറ്റ് ഇവിടെ വന്ന് കൂടിയതാണ്. പിന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ കൂടി ഞങ്ങളൊക്കെ ഇവിടുന്ന് ഞങ്ങളെ തറവാട് ഞങ്ങളെ തറവാട് ഇവിടെ ചവണിക്കുന്നത്ത് എന്ന സ്ഥലത്തേക്ക്. അവിടുന്ന് ഞങ്ങൾ അവിടെ സ്ഥലം എടുത്തുകൊണ്ട് വെട്ടാർക്കൊക്കെ അങ്ങോട്ട് വാർത്തതാണ് ഞങ്ങളാപ്പ. വല്യാപ്പ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ആൾ ഓമാരിന്ന് വിറ്റ് ഇവിടെ വന്ന് കല്യാണം കുന്നത്താറ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് അതിൽ ഉള്ളതാണ് എൻ്റെ വാപ്പിയും കളാപ്പിയും ഒക്കെ. ഓമാരിന്ന് വിറ്റ് പോകുന്നതാണെന്ന് വല്യമ്മ ഇവിടുന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ട് അങ്ങനെ മനസ്സിലായതാണ്. അതുകൊണ്ട് പിന്നെ തറവാട് ഏതാണ് ആർക്കാണ് വിറ്റത് എങ്ങനെ വിറ്റതെന്നൊന്നും ഞങ്ങളറിയില്ല. അതിൽ ഞങ്ങളിവിടെ ചാടികുന്നത്ത് പറമ്പിൽ പാർത്ത് അവിടുന്നാണ് ഞങ്ങളൊക്കെ ഉണ്ടായത്. ഞാനും എൻ്റെ കാരണവരും ഒക്കെ ഉണ്ടായത് ചാടികുന്നത്തുനിന്ന്. പിന്നെ ഞങ്ങൾ വെട്ടാക്ക വാപ്പ സ്ഥലത്ത് അവിടെ പുരണ്ടാക്കി ഇപ്പോൾ അവിടെ താമസിച്ചില്ലേ. അവിടുന്ന് ഇപ്പം ഞാനിവിടെ ഞാറാംകുളത്തെങ്കിലും ഒരു പുരണ്ടാക്കി അവിടെ സ്ഥലം വാങ്ങി പുരണ്ടാക്കി ഇപ്പം അവിടെയാണ് താമസം. എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഞങ്ങളെ കുടുംബം ഒന്നായിട്ട് ഓമാരാണുള്ളത്. അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരുള്ളൂ. ബാപ്പി അളാപ്പൻ്റെ അളാപ്പൻ്റെയും മക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നുള്ളതൊക്കെ ഓമാരൊക്കെയാണ്. പന്നിവിജിയിലുണ്ട്, പിന്നെ പൊന്നാട്ടുണ്ട്, പാലാച്ചോല ആ റോട്ടിനുണ്ട്. അത്രേ ഉള്ളൂ. പിന്നുള്ള ഇവിടെ ഞങ്ങളൊക്കെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ച് ആരുമില്ല. പഴയ അറുപാട്ടുകാരും ഇവിടെ ഇല്ലല്ലോ. ഒക്കെ ഞങ്ങളെ ആപ്പയും വല്യാപ്പയെ മാത്രമേ ഉള്ളതിന് ഇവിടെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായി പോകുന്നതൊക്കെ ഉള്ളൂ. ഓമാനൂരിലെ പുതുക്കുടിയിലെ തന്നെ മറ്റൊരു പുത്രൻ അരീക്കോടിനടുത്തുള്ള കൊഴക്കോട്ടൂർ എന്ന പ്രദേശത്തേക്ക് താമസം മാറുകയും അവരുടെ പിൻതലമുറകളിൽപ്പെട്ടവരുമാണ് ഇന്ന് കൊഴക്കോട്ടൂരിന് പുറമെ മാനന്തവാടിയിലും തലശ്ശേരിയിലും താമസിച്ചു വരുന്നവർ. എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ മങ്ങാട്ടുപറമ്പൻ, താമസം കോഴിക്കോട്ടൂർ. ഇത് വാപ്പൻ്റെ വാപ്പ ഓമാനിൽ നിന്ന് പോകുന്നതാണ്. ഞാൻ ഇപ്പോൾ താമസം കോഴിക്കോട്ടൂർ, അരീക്കോട് കോഴിക്കോട്ടൂരാണ്. ഞങ്ങളിവിടെ 10-30 പെരക്കാർ താമസമുണ്ട്. എൻ്റെ അഞ്ചൻ വയനാട് പോയി താമസമുണ്ട്. അഞ്ചൻ മരിച്ചു പോയി. മക്കളും കുട്ടികളും കുടുംബങ്ങളവിടെ ഇപ്പോൾ താമസം ഉണ്ട്. ഇത്രയും വിവരങ്ങളാണ് പിതാമഹന്റെ ആദ്യ പുത്രന്റെ പിൻതലമുറയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. ഓമാനൂരിലെ തന്നെ കൊട്ടക്കാട്ട് എന്ന പ്രദേശത്ത് താമസമാക്കിയ പിതാമഹന്റെ മറ്റൊരു സന്തതിയിൽപ്പെട്ടവർ പിന്നീട് ഓമാനൂർ കൊട്ടക്കാട്ടിലും അവിടുത്തെ ഒരു പുത്രൻ രാവാട്ടീരിലും താമസിച്ചിരുന്നു. ഇന്ന് കാണുന്ന രാവാട്ടീരിയിലെ ഏറെക്കുറെ മങ്ങാട്ടുപറമ്പന്മാരായവർ ഈ ശാഖയിൽപ്പെട്ടവരുമാകുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദാജിയാണ്, മങ്ങാട്ടപ്പറമ്പ് പീഡിയക്കൽ. എൻ്റെ വാപ്പ മൂസ ഹാജി, മൂസാജീൻ്റെ വാപ്പ അഹ്മദ്, അഹ്മീൻ്റെ വാപ്പ മൂസ, മൂസൻ്റെ വാപ്പ കൊട്ടക്കാട്ട് ആലി അഹമ്മദ്. പിന്നെ പുതുക്കിടി കൊട്ടക്കാട് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം എൻ്റെ പിതാവ് പാരമ്പര്യം ബൈക്ക് വന്നത് മാട്ടാർമ്പിലാണ്. പിന്നെ ഈ രാവാട്ടിലുള്ള മങ്ങാട്ടപ്പറമ്പന്മാർ കൊട്ടക്കാട്ടിൽ നിന്ന് പോന്ന പിന്നെ മൂസൻ്റെ പാരമ്പര്യത്തിലുള്ള മക്കളാണ്. ഇതിൽപ്പെട്ട മങ്ങാട്ടപ്പറമ്പനാണ് പാലക്കൽ മരക്കാരാജി, ഞങ്ങളെ തൊട്ട അയലോക്കത്തുള്ള വീട്ടുകാർ. കൂടാതെ കൊട്ടക്കാട്ടിൽ നിന്നും പിൻകാലത്ത് വയനാട് കമ്പളക്കാട്, നിലമ്പൂർ ചുങ്കത്തറ എന്നീ പ്രദേശങ്ങളിലും ഒരു വിഭാഗം താമസിച്ചു വരുന്നു. ഓമാനൂരിലെ കൊട്ടാത്തൊടിയിലും പാലക്കലിലും താമസിച്ചു വരുന്ന മങ്ങാട്ടുപറമ്പന്മാർ പുതുക്കുടിയിൽ നിന്നോ കൊട്ടക്കാട്ടിൽ നിന്നോ ഉള്ള പരമ്പരയിൽപ്പെട്ടവരാണെന്ന് അറിയാൻ കഴിഞ്ഞു. പിതാമഹന്റെ മറ്റൊരു പുത്രൻ ഒമാനൂരിൻ്റെ മറ്റൊരു പ്രദേശമായ പരാരിയിൽ ഉൾപ്പെടുന്ന നടുല വീട്ടിലേക്ക് താമസം മാറുകയും അവരുടെ പിൻതലമുറയിൽപ്പെട്ടവർ പിന്നീട് നടുല വീട്ടിൽ പരാരിയിൽ ഓമാനൂർ പുതുവാപ്പറമ്പത്ത്, ആമിനങ്ങാട്ടു ചാലിൽ, പൊന്നാട് മുള്ളൻ മടക്കൽ, ഓമാനൂർ എടക്കുത്ത്, ഓമാനൂർ ആരാശ്ശേരി മൂലയിൽ എന്നീ ഓമാനൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ആരാശ്ശേരി മൂലയിൽ നിന്നുള്ള ഒരു വിഭാഗം പിന്നീട് നിലമ്പൂർ ചുങ്കത്തറ,
പൂക്കോട്ടമണ്ണ എന്ന പ്രദേശത്തും വീട് വെച്ച് താമസിച്ചു വരുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞു. എൻ്റെ പേര് മങ്ങാട്ടുപറമ്പൻ ആമിനങ്ങാട്ടുചാലിയിൽ മുഹമ്മദ്. എൻ്റെ പാപ്പൻ്റെ പേര് കോമുക്കുട്ടി. എൻ്റെ വല്യാപ്പൻ്റെ പേര് മമ്മദിസ. അതിൻ്റെ വല്യാപ്പൻ്റെ പേര് കുട്ടിരായി. മങ്ങാട്ടുപറമ്പാണ് ഞങ്ങൾ ശരിക്കുള്ള തറവാട്. മങ്ങാട്ടുപറമ്പിൽ നിന്ന് വന്നതാണ്. അതാണ് മങ്ങാട്ടുപറമ്പന്മാരായത്. അസ്സലാമു അലൈക്കും. ഞാൻ മങ്ങാട്ടുപറമ്പൻ ആരാശ്ശേരി മൂലയിൽ മോനുദ്ദീൻ ഹാജി. എൻ്റെ വാപ്പ മൊയ്തീൻ, അദ്ദേഹത്തിൻ്റെ വാപ്പ മങ്ങാട്ടുപറമ്പൻ ആരാശ്ശേരി മൂലയിൽ മോനുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ വാപ്പ ഹസ്സൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ മങ്ങാട്ടുപറമ്പൻ മമ്മദിസ. അങ്ങനെ ഞങ്ങളെ കബീല വാപ്പാൻ്റെ വഴിക്ക് പോയിട്ട് പുതുക്കിടിയിൽ ചെന്നെത്തുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വാപ്പാൻ്റെ സഹോദരി പാത്തുക്കുട്ടി അജ്ജമ്മ, അത് പലൊരു വഴിക്കുള്ള താവഴിയാണ്. പാത്തുക്കുട്ടി അജ്ജമ്മൻ്റെ വാപ്പ രായൻകുട്ടിയാണ്. രായൻകുട്ടിൻ്റെ വാപ്പ കുട്ടിരായനാണ്. കുട്ടിരായൻ്റെ വാപ്പ മരക്കാടാണ്. നടുവിലോട്ട് വഴിക്കാണ് പോകുന്നത്. എൻ്റെ വാപ്പാൻ്റെ ഉമ്മ വിജാത്തുട്ടി എന്ന് പറയുന്ന ആൾ പാലക്കൽ മോനുദ്ദീൻ്റെ മകളാണ്. ഈ മോനുദ്ദീൻ്റെ വാപ്പ മരക്കാരാണ്. ഈ മരക്കാർ പുതുക്കിടിയിൽ നിന്ന് പോയതാണ്. ഞങ്ങളെല്ലാവരും എത്തിപ്പെടുന്നത് പുതുക്കിടിയിലേക്കും പരയിലേക്കും നടുവീട്ടിലേക്കുമാണ്. ഈ മങ്ങാട്ടുപറമ്പാർ ആദ്യമായിട്ട് വന്നത് കണ്ണൂരിൽ നിന്ന് മങ്ങാട്ടുപറമ്പിലേക്കാണ് വന്നത്. അവിടെ നിന്നിട്ടാണ് മറ്റുള്ളിടത്തേക്കൊക്കെ പോകുന്നത്. മേലെ മങ്ങാട്, താഴെ മങ്ങാട്, പുതുക്കിടി, കൊട്ടക്കാട്, പാലാച്ചോല, ഇങ്ങനെയാണ് തൊട്ടിട്ട് ഈ ഭാഗത്തേക്കൊക്കെ പോയത് അവിടെ വന്നതിന് ശേഷമാണ്. ഞങ്ങൾ തറവാട് മങ്ങാട്ടുപറമ്പ് തന്നെയാണ് എന്നുള്ളതിലേക്ക് യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അവിടേക്ക് വന്നത് കണ്ണൂരിൽ നിന്നിട്ടാണ്. അതെൻ്റെ പൂർവിക കാരണന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്, നമ്മളത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ ആയിരിക്കുന്ന ചെറുപ്പക്കാർക്ക് കുടുംബം എന്താണ് എന്നും ബാക്കിയുള്ളവർ എന്താണ് എന്നും മനസ്സിലാകാത്തൊരു കാലഘട്ടം ആണ്. ഞങ്ങളൊക്കെ വാപ്പാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിനത് അത് ഇന്ന തലത്തുള്ള കാക്കയാണ്, ഇന്ന തലത്തുള്ള മൂത്താപ്പയാണ്, അതിൻ്റെ തലത്തുള്ള അമ്മായി കാക്കയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ട് അന്ന് ഞങ്ങൾ കാക്കയെന്നും വല്യാക്കയെന്നും കാണ്ടും കൂട്ടി വിളിച്ചു പോയി. ഇന്ന് ചെറുപ്പക്കാർ ആ നിലപാട് പറ്റ ഒഴിവാക്കി ഒരാളെയും കാക്കയെന്ന് കൂട്ടി വിളിക്കണില്ല. അതുകൊണ്ട് തന്നെ ഈ കുടുംബം തമ്മിൽ അറിയാതെ പോയിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു ഇബാദത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരുപാട് താല്പര്യം ഈ കാര്യത്തിലുണ്ട്. രേഖാമൂലം നോക്കി മനസ്സിലാക്കാനും എൻ്റെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കാനും ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും ഗുണം കിട്ടുന്ന കാര്യമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. പിതാമഹന്റെ മറ്റൊരു പുത്രൻ ഓമാനൂർ അങ്ങാടിയുടെ പരിസര പ്രദേശമായ അമ്പലക്കണ്ടിയിലാണ് താമസിച്ചു വന്നിരുന്നത്. പിൽക്കാലത്ത് അമ്പലക്കണ്ടിയിലും നിലമ്പൂരിലും ഈ പറയപ്പെടുന്ന അമ്പലക്കണ്ടിയിലുള്ളവരുടെ തലമുറകൾ താമസിച്ചു വരുന്നതായി കാണാൻ സാധിച്ചു. കൊളത്തലയിലേക്ക് മാറി താമസിച്ച പിതാമഹന്റെ മറ്റൊരു പുത്രന്റെ പിൻതലമുറയിൽപ്പെട്ടവർ ഇന്ന് കൊളത്തലയ്ക്ക് പുറമെ ഓമാനൂരിൻ്റെ പ്രദേശങ്ങളിൽ തന്നെയുള്ള കണ്ണൻതൊടി, തേക്കുംതോട്ടത്തിലും മൂലംകുഴപ്പിൽ എന്നിവിടങ്ങളിലൊക്കെ താമസിച്ചു വരുന്നു. മങ്ങാട്ടുപറമ്പ് എന്ന തറവാടിൻ്റെ തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ടാവാം മേലെ മങ്ങാട്ട് എന്ന് ഇന്ന് അറിയപ്പെടുകയും അങ്ങനെ മേലെ മങ്ങാട്ട് താമസിച്ചു വരുന്നവർ പിതാമഹന്റെ മറ്റൊരു പുത്രന്റെ പിൻതലമുറയിൽപ്പെട്ടവരുമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൂടാതെ പൊന്നാട്ട് താമസിച്ചു വരുന്ന ഒരു വിഭാഗം മങ്ങാട്ടുപറമ്പൻ തറവാട്ടുകാർ
ഈ പറയപ്പെട്ട മേലെ മങ്ങാട്ടു നിന്നും താമസം മാറിപ്പോയവരാകുന്നു. ഞാൻ മങ്ങാട്ടുപറമ്പം അലവിയാജ്. എൻ്റെ വാപ്പ മൊയ്തീൻകുട്ടിയുടെ വാപ്പ കുട്ടിയമ്മു. ഞങ്ങൾ മേലങ്ങാട്ടാണ് താമസം. എൻ്റെ വാപ്പ മേലങ്ങാട്ടിൽ നിന്ന് പൊന്നാട്ടിക്ക് പോന്നതാണ്. ഓമാനൂർ എടക്കുത്തിലേക്ക് താമസം മാറിയ പിതാമഹന്റെ മറ്റൊരു പുത്രന്റെ പിൻതലമുറയിൽപ്പെട്ടവർ എടക്കുത്തും ഓമാനൂർ കണ്ണൻതൊടിയിലും പറമ്പിലും ചെത്തുപാലത്തിങ്ങലും കോർലോട്ട്, വാഴക്കാട്, എടവണ്ണപ്പാറ, മമ്പാട് എന്നീ സ്ഥലങ്ങളിലും കൂടാതെ ഓമാനൂർ ചേലാട്ടുമ്മൽ എന്ന പ്രദേശത്ത് താമസിച്ചവർ പിന്നീട് ഓമാനൂർ മണിപ്പാട്ടിൽ, പടന്നല്ലിമ്മൽ, പൊന്നാട് എന്നീ പ്രദേശങ്ങളിലും താമസിച്ചു വരുന്നു. ഞാൻ മങ്ങാട്ടുപറമ്പ് കണ്ണന്തോട് മുഹമ്മദാജി എന്ന ആളാണ്. എൻ്റെ വാപ്പാൻ്റെ പേര് ആലിക്കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേര് മമ്മദുരൈനാണ്. ഈ മമ്മദുരൈൻ എന്ന് പറഞ്ഞാൽ എടക്കുത്ത് പരമ്പരയിൽപ്പെട്ടതാണ് ഈ മമ്മദുരൈൻ എന്ന് പറഞ്ഞാൽ. ഈ മമ്മദുരൈൻ്റെ എന്നവരെ നേരെ അനുജൻ ഉണ്ണി മുഹമ്മദ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ ബായക്കാട്ടിക്ക് പോയ ഒരാളുണ്ടായിരുന്നു, അൽവിയാജി എന്ന് പറഞ്ഞിട്ട്. ആ പരമ്പരയിൽപ്പെട്ട് ആലിക്കുട്ടി അവിടെ ഉണ്ട്. ഒന്ന് ഈ ഉണ്ണി മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾക്കൊരു ആലിക്കുട്ടി ഉണ്ട്. ഈ പരമ്പര ചെന്ന് മുട്ടുന്നത് എടക്കുത്ത് മമ്മദുരൈൻ്റെ ആ പരമ്പരയിലേക്കാണ്. എൻ്റെ വാപ്പാൻ്റെ ഒരു അനുജൻ ബീരാൻ എന്ന ഒരു മമ്പാട്ട് പോയി താമസിക്കുന്നുണ്ട്. അവിടെ ഒരു കുടുംബമായിട്ട് താമസിക്കുകയാണ്. അവിടെ കുറച്ച് കുട്ടികളും മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും വലിയ കുടുംബമായിട്ടാണ് അവിടെ ഉള്ളത്. മമ്പാട്ടുണ്ട്. ബാപ്പാൻ്റെ എളാപ്പ അലവിയാജി അന്നത്തെ കാലത്ത് നടന്നുപോയി ഹജ്ജ് ചെയ്തു വന്ന ആളാണ്. പിതാമഹന്റെ മറ്റൊരു പുത്രൻ മങ്ങാട്ടുപറമ്പ് തറവാടിന്റെ താഴെ ഭാഗത്തേക്ക് വീട് വെച്ച് മാറി താമസിക്കുകയും അങ്ങനെ താഴത്തെ മങ്ങാട്ട് എന്നും ഈ പ്രദേശം അറിയപ്പെടുകയും പിൽക്കാലത്ത് താഴത്തെ മങ്ങാട്ട് നിന്നും ഓമാനൂർ കൊക്രം മൂച്ചിയിലേക്കും പൊന്നാട് പൂവഞ്ചേരിയിലേക്കും തലമുറകൾ വീട് വെച്ച് മാറി താമസിക്കുകയും കൊക്രം മൂച്ചിയിലെ ഒരു പുത്രൻ കൊക്രം മൂച്ചി വടക്കേത്തൊടിയിലേക്ക് താമസം മാറുകയും അതിനു പുറമെ ഈ തലമുറയിൽപ്പെട്ടവർ പിന്നീട് ഓമാനൂർ നെടുമ്പയിൽ, ഒളവട്ടൂർ, തോയാട്ട് എന്നീ പ്രദേശങ്ങളിലും താമസിച്ചു വരുന്നതായും കണ്ടെത്താൻ സാധിച്ചു. അസ്സലാമു അലൈക്കും. ഞാൻ മങ്ങാട്ടുപറമ്പൻ പൂവഞ്ചേരി കുട്ടിയമ്മു. എൻ്റെ വാപ്പ അലവി. എൻ്റെ വാപ്പാൻ്റെ വാപ്പ ആലിക്കുട്ടി. ആലിക്കുട്ടി എന്നാൾ ഓമാനൂരിൽ നിന്ന് വന്നതാണ്. ആലിക്കുട്ടിയുടെ വാപ്പ മൊയ്തീൻ. പൂവഞ്ചേരിക്കാവിൽ എൻ്റെ മൂത്താപ്പായുടെ മകൻ അബൂബക്കർ എന്നാൾ മുക്കത്തിൽപ്പെട്ട കൊടിയത്തൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കൊക്രംമൂച്ചിയിൽ നിന്നും പിൽക്കാലത്ത് മാറി താമസിച്ചവർ തന്നെയാണ് അന്ത്രംകുഴിയിലുള്ളവർ എന്നും അവർക്ക് പുറമെ ആനക്കാംപൊയിൽ, അരീക്കോട് എന്നീ സ്ഥലങ്ങളിൽ ഈ പറയപ്പെടുന്ന പിൻതലമുറകൾ താമസിച്ചു വരുന്നു എന്നും മനസ്സിലാക്കാനായി. പിതാമഹന്റെ മറ്റൊരു പുത്രൻ മങ്ങാട്ടുപറമ്പിൽ നിന്നും ഒളവട്ടൂർ കുഞ്ഞോളം എന്ന പ്രദേശത്ത് താമസിച്ചു വരികയും അതിനു പുറമെ ചെറാത്തൊടി, ഒളവട്ടൂർ, ചെവിട്ടാണിക്കുന്നത്ത്, പുളിക്കൽ, ഐക്കരപ്പടി എന്നീ സ്ഥലങ്ങളിലും വയനാട് ജില്ലയിലെ കണിയാമ്പറ്റ, കമ്പളക്കാട്ട് എന്നിവിടങ്ങളിലും ഈ പറയപ്പെടുന്നവരുടെ പിൻതലമുറകൾ താമസിച്ചു വരുന്നതായും കണ്ടെത്തിക്കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് MC മുഹമ്മദ് കുട്ടിയാജി. എൻ്റെ വാപ്പ മങ്ങാട്ടുപറമ്പൻ മുഹമ്മദ് കുട്ടി എന്നിവരും അവരുടെ വാപ്പ വല്യാപ്പയുടെ പേര് ഇമ്പിച്ചമ്മതുമാണ്. ഞങ്ങളുടെ വല്യാപ്പ ഓമാനൂർ മങ്ങാട്ടുപറമ്പിൽ നിന്നും ഒളവട്ടൂർ പുതിയോടത്ത് പറമ്പിനടുത്ത കുഞ്ഞളത്തിൽ എന്ന സ്ഥലത്ത് അവിടെ താമസമാക്കിയിരുന്നു. അവിടെ നിന്നും ഒരു എളാപ്പ ഒളവട്ടൂർ പനശികപ്പള്ളിയാളി ചെറാത്തൊടി എന്ന സ്ഥലത്തേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വയനാട് കമ്പളക്കാട്ട്, ഐക്കരപ്പടി, പുളിക്കൽ എന്നീ സ്ഥലങ്ങളെല്ലാം താമസിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ഒളവട്ടൂരിൽ തന്നെ വേറെ 30ഓളം വീടുകളുണ്ട്. ഓമാനൂർ പാറപ്പള്ളിയാളി എന്ന ഭാഗത്ത് കൊക്കറമൂച്ചി, അതേമാതിരി ഒളവട്ടൂർ പനശികപ്പള്ളിയാളി എന്ന സ്ഥലത്ത് കൊക്കറമൂച്ചി എന്ന കുറേ ആളുകളുണ്ട്. ആ മങ്ങാട്ടുപറമ്പൻ കുടുംബത്തിൽപ്പെട്ടവർ. അവരെല്ലാം മങ്ങാട്ടുപറമ്പൻ കുടുംബത്തിൽപ്പെട്ടവരാണെന്നാണ് എൻ്റെ
പ്രായം ചെന്ന എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞു തന്നത്. കൊക്രമുച്ചി എന്ന കുടുംബത്തിൽപ്പെട്ട അവർ തന്നെയാണ് തോയാട്ടുള്ളവരും നെടുമ്പയിലുള്ളവരും. അവരെല്ലാം മങ്ങാട്ടുപറമ്പന്മാർ തന്നെയാണ്. ഇത്രയും കൂടുതൽ കാര്യങ്ങൾ ചെറുപ്പമായ കാലത്തൊന്നും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുമില്ല. ഇപ്പം കൂടുതലൊന്നും പറയാനും കഴിയുന്നില്ല. കുഞ്ഞോളം മങ്ങാട്ടുപറമ്പൻ തറവാട്ടുകാർ ആ കാലഘട്ടത്തിൽ കാളപ്പൂട്ട് കമ്പക്കാരായിരുന്നു എന്നും ഒട്ടനവധി കന്നുകൾ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്നും മത്സരങ്ങൾ നടത്താനുള്ള പറമ്പുകളും തറവാട്ടിൽ ഉണ്ടായിരുന്നതായും പിൻതലമുറയിലുള്ളവർ സ്മരിക്കുന്നു. ഓമാനൂരിലെ തന്നെ പന്നിക്കുഴി എന്ന പ്രദേശത്ത് താമസിച്ചു വരുന്നവരും വയനാട്ടിലെ കമ്പളക്കാട്ടുള്ള ഒരു വിഭാഗവും കുഞ്ഞോളം മങ്ങാട്ടുപറമ്പന്മാരിൽ പെട്ടവരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ പേര് മങ്ങാട്ടുപറമ്പ് സോപ്പി, കണിയാമ്പറ്റ താമസിക്കും. ജ്യേഷ്ഠന് മങ്ങാട്ടുപറമ്പ് മൊയ്തു, ബാപ്പാൻ്റെ പേര് കുഞ്ഞമ്മദ് ഹാജി മങ്ങാട്ടുപറമ്പൻ. അതിൻ്റെ ബാപ്പാൻ്റെ പേര് മങ്ങാട്ടുപറമ്പ് മോയിൻ. ഒട്ടൂർ ഒമ്മൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. എൻ്റെ പേര് മങ്ങാട്ടുപറമ്പ് സീതിരിപ്പിയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ പ്രായം 62ആയി. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പിതാവ്, അതായത് അമ്മദ് കുട്ടി അമ്മദ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, എൻ്റെ പിതാവിൻ്റെ പേര്. പാപ്പാൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയിലില്ല. പിന്നെ എൻ്റെ പാപ്പാനെ കൊണ്ടുവന്നത് മങ്ങാട്ടുപറമ്പൻ കുഞ്ഞമ്മദ് ഹാജി എന്നിവരായിരുന്നു. അന്ന് 1921 മാപ്പിളയിലാണ് നടന്ന ഘട്ടത്തിൽ അന്ന് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കൊണ്ടുവന്നതെന്ന നമ്മളെ അറിയപ്പെടുന്നത്. പിന്നെ കുടുംബത്തിലേക്ക് ഞാൻ എപ്പോഴും വല്ല ആവശ്യങ്ങളോ കാര്യങ്ങളോ വന്നാൽ ഈ ഓമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാറും കുടുംബങ്ങളെല്ലാം സന്ദർശിക്കാറുണ്ടായിരുന്നു. വയനാട് മേഖലയിൽ ഏകദേശം ഒരു 250 വീടോളം ഉണ്ട് നമ്മളെ ഈ കുടുംബങ്ങൾ. ഈ കുടുംബത്തിൽ എല്ലാ സ്ഥലത്തും എത്തിപ്പെടാനോ അല്ലെ പോകാനോ നമ്മൾക്കൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കുടുംബങ്ങളും ഈ എല്ലാം ഒരു തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഈ പച്ചലക്കാട് മുതൽ കണിയാമ്പറ്റ, കമ്പളക്കാട്, മറ്റുള്ള മേഖലകളിലൊക്കെ ഉണ്ട് ഇവർ. എങ്കിലും എന്ത് സംഭവങ്ങളൊക്കെ കുടുംബത്തിൽ വല്ല വിഷയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു കൂട്ടമായ അതല്ലാതെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ പ്രവർത്തിക്കാനോ ചെയ്യലില്ല. നമ്മളെ കുടുംബങ്ങൾ എന്ന് പറയാൻ ഈ കല്ലായി, തുറക്കൽ, ഈ പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പിതാവ് എന്നെ കൊണ്ടുപോയ ഓർമ്മ എനിക്കുണ്ട്. അത് ഇപ്പോൾ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. വളരെ ചെറുപ്പത്തിലാണ് അവരെ അടുത്തെല്ലാം കൊണ്ടുപോയതും കുടുംബങ്ങളെ ഏകദേശ സ്ഥലങ്ങളിലും എന്നെ എത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ പിതാവ് മരണപ്പെട്ട് 68ലാണ്. അതിന് ശേഷം ഉള്ള കഥകളെല്ലാം ഏകദേശം നമ്മളെ കുടുംബത്തിൽ ഓരോരുത്തർക്കും അങ്ങോട്ടും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ഇവരിപ്പോൾ ഈ സംരംഭമായിട്ട് വന്നതിൽ തന്നെ നമുക്ക് വളരെയധികം താല്പര്യവും അവരോട് അത്രയും കൂറ് കാണിക്കും. നമ്മളൊരു ഈ കുടുംബ സംഘമായിട്ട് മാറ്റാം എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഓലെടുത്തുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു തആല അത് നല്ലൊരു സംഘമാക്കി മാറ്റി തരട്ടെ.